അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇല്യാസ് അൻവർ, ക്ലാസിക്കൽ അക്യൂപഞ്ചറിസ്റ്റ്, പറപ്പൂർ പറയും. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ധാരാളം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. നിരവധി ചികിത്സകൾ ചെയ്തിട്ടും ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം. ധാരാളം പണം നമ്മൾ ചെലവഴിക്കുന്നു, വേണ്ടത്ര ഒരു ഫലവും നമുക്ക് കിട്ടാതെ, അല്ലെങ്കിൽ അതിനേക്കാളും രോഗങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ സമയത്ത് അക്യൂപഞ്ചർ എന്നറിയപ്പെടുന്ന ഒരു ചികിത്സയെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വിചാരിക്കും, അക്യൂപഞ്ചറോ, അങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ സാധ്യത. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യൂപഞ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ അക്യൂപഞ്ചറിനെ കുറിച്ചിട്ട് സാധാരണ നമ്മളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗൂഗിളിൽ, ചാറ്റ്ജിപിടിയിൽ, ജെമിനിയിലൊക്കെ പോയിട്ടാണ് അന്വേഷിക്കുന്നത്. നമുക്കൊന്ന് അതിനോട് തന്നെ അന്വേഷിച്ച് നോക്കാം. ഞാനിത് അന്വേഷിക്കുന്നത് ഗൂഗിളിലെ ജെമിനിയോടാണ്. ചോദിക്കുന്നതാണ് അക്യൂപഞ്ചർ എന്നതിനെ കുറിച്ചിട്ടാണ് ചോദ്യം. എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്: 8000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉത്ഭവിച്ച ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് അക്യൂപഞ്ചർ. അവിടെ തുടങ്ങി ഇത് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ലോകത്തെല്ലായിടത്തും ഈ അക്യൂപഞ്ചർ നല്ല ഉപയോഗിച്ചു വന്നിരുന്നു. അപ്പോൾ നമുക്ക് വിചാരിക്കും, അക്യൂപഞ്ചർ എന്ന ചികിത്സാ രീതി ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മളൊന്ന് ചാറ്റ്ജിപിടിയോട് ചോദിക്കുകയാണ്. എന്താ മറുപടി നോക്കി നിങ്ങൾ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഡാറ്റ റിപ്പോർട്ട് ചെയ്ത 129 രാജ്യങ്ങളിൽ 103 രാജ്യങ്ങളും അക്യൂപഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. 129 രാജ്യങ്ങളിൽ 103 രാജ്യങ്ങളിലും അക്യൂപഞ്ചർ ചികിത്സാ രീതി ഉപയോഗിക്കുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചു നോക്കാം. പ്രധാനമായിട്ടും ഈ ചികിത്സാ രീതികൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഒന്ന് നോക്കി നിങ്ങൾ. ഒന്ന് ചൈന. അപ്പോൾ നമ്മൾ സ്വാഭാവികം പറയാം, ചൈനയിൽ തന്നെ ഇത് തുടങ്ങിയത്, പിന്നെ അവിടെ പിന്നെ കാര്യമില്ല. ഓക്കെ, ചൈനയിലെ തുടങ്ങി. രണ്ടാമത് ജപ്പാൻ. നമ്മൾ ഓർക്കണം, ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആയുസ് കൂടിയ ജീവിക്കുന്ന ആളുകൾ ഈ ജപ്പാനുകാരാണ്. ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടുന്ന ആളുകൾ ജപ്പാൻകാരാണ്. അവിടെ ഇത് 6-ാം നൂറ്റാണ്ടിൽ, 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ 2025 600 തുടങ്ങി എന്നർത്ഥം. കൊറിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പ്രചരിച്ച അക്യൂപഞ്ചർ ഇവിടെ വളരെ പ്രചാരത്തിലുണ്ട്. രണ്ടാമതൊക്കെ കൊറിയ, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ നമ്മൾ കേട്ടതാണ്. കൊറിയയിൽ, ജപ്പാനിൽ ഇത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ കൊറിയയിൽ ഇത് എത്തിയിട്ടുണ്ട്. 600 മുമ്പ് കൊറിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി അമേരിക്ക, നമ്മളൊക്കെ സാധാരണ കേൾക്കൽ അമേരിക്കക്കാരാണ്, ഇംഗ്ലീഷുകാരാണ്, ഓല് ഇതൊന്നും പറ്റൂല. ഓല് അമേരിക്കയിൽ സംഭവിക്കുന്ന നോക്കിയാൽ 2002 മുതൽ 2022 വരെ അക്യൂപഞ്ചർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചെന്ന്. അമേരിക്കയിലൊക്കെ ഈ സംഭവങ്ങൾ ഉപയോഗിക്കുന്നു. അക്കാദമിക് മെഡിക്കൽ സെന്ററുകളിൽ പോലും ഇന്ന് അമേരിക്കയിൽ കൂടുതലായിട്ട് ഈ അക്യൂപഞ്ചർ ഉപയോഗിക്കുന്നു എന്നാണ് പഠനം. ഇനിയൊക്കെ നമ്മൾ യൂറോപ്പിൽ കുറേ രാജ്യങ്ങളുണ്ടല്ലോ. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അക്യൂപഞ്ചർ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇതിൽ സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, UK ഉണ്ട്, ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, ചെക്ക് റിപ്പബ്ലിക്സ്, ഡെൻമാർക്ക്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി തുടങ്ങി ഇങ്ങനെ ധാരാളം രാജ്യങ്ങളിൽ യൂറോപ്പിലും ഇന്ന് അക്യൂപഞ്ചർ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ്. ഓസ്ട്രേലിയ മറ്റൊന്നാണ്. 2024 ഓസ്ട്രേലിയയിലെ ഏകദേശം 10ൽ ഒരാൾ അക്യൂപഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. 10 ആളുകൾ എടുക്കുകയാണെങ്കിൽ ഒരാൾ അക്യൂപഞ്ചർ ചികിത്സയുടെ ആളാണ്. ഇത് ഓസ്ട്രേലിയയുടെ അവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾ ബ്രസീലും അക്യൂപഞ്ചർ വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനഡ ഉണ്ട്, ന്യൂസിലാൻഡ്, ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ ഇതിൽ കണ്ടിട്ടില്ലല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇത് ഉണ്ടാകുന്നതാണ്. നോക്കാം. വേദന സംഹാരിയായിട്ടാണ് പലപ്പോഴും ഈ രാജ്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത്, വേദന മാറ്റാനായിട്ട്. ഇന്ന് വേദന മാറ്റാൻ മാത്രമല്ല, മറ്റ് പല രോഗങ്ങൾക്കും ഇത് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും അക്യൂപഞ്ചർ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അക്യൂപഞ്ചറിന്റെ രീതി. അപ്പോൾ ഇന്ത്യയിൽ അക്യൂപഞ്ചർ ലഭ്യമാണെന്നാണ് ഞാൻ അടുത്ത ചോദിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്.
ഇന്ത്യയിലും അക്യൂപഞ്ചർ ചികിത്സ ലഭ്യതാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ, മുംബൈ, കൊൽക്കത്ത, നാഗ്പൂർ, അതേപോലെ തന്നെ പുതുച്ചേരി തുടങ്ങിയ നഗരങ്ങളും മറ്റുമെല്ലാം അക്യൂപഞ്ചർ എന്ന ചികിത്സ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ അംഗീകാരം ഉണ്ടാവും എന്നുള്ള അഭിനയിച്ചു. ഇന്ത്യയിൽ അക്യൂപഞ്ചർ ചികിത്സക്ക് അംഗീകാരം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് ChatGPT-യോടാണ്, നമ്മളൊക്കെ അല്ലെങ്കിൽ ജെമിനിയോടാണ്, യൂട്യൂബിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ടാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ചോദിക്കാൻ പറ്റും. ഞാനതൊരു മോഡൽ കാണിച്ചു, അതിന് കിട്ടിയ മറുപടി കാണിച്ചു മാത്രം. നോക്കി നിങ്ങൾ, ഇന്ത്യയിൽ അക്യൂപഞ്ചറിൽ അംഗീകാരം ഉണ്ടോ? അതെ, ഇന്ത്യയിൽ അക്യൂപഞ്ചർ അംഗീകാരം ഉണ്ട്. നോക്കി നിങ്ങൾ, ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം, യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 2024 സെപ്റ്റംബർ 26 പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാന പ്രകാരം, ഗസറ്റിൽ വന്നതാണ്, നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആക്ട് 2021 അതിൻ്റെ ഷെഡ്യൂളിൽ പറയുന്നത് മറ്റ് പരിചരണ പ്രൊഫഷനുകൾ അഥവാ അതർ കെയർ പ്രൊഫഷൻസ് എന്ന വിഭാഗത്തിൽ അക്യൂപഞ്ചർ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ തെറാപ്പി അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ചികിത്സക്ക് അംഗീകാരമുള്ള ഒരു തെറാപ്പിയാണ് അക്യൂപഞ്ചർ. നോക്കി നിങ്ങൾ, മുമ്പ് ഈ അക്യൂപഞ്ചർ അപ്പോൾ ചികിത്സാ രീതി അംഗീകരിച്ചിട്ടില്ലായിരുന്നു. മുമ്പ് അംഗീകരിച്ചിരുന്നത് ചികിത്സാ രീതി മാത്രമേ ഉണ്ടായിരുന്നു, മോഡ് ഓഫ് തെറാപ്പി, ഒരു തെറാപ്പിയുടെ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇത് സ്വതന്ത്ര ആരോഗ്യ സംരക്ഷണ സമ്പ്രദായമായി അംഗീകരിക്കണം. ഒരു സ്വന്തമായിട്ട് ആരോഗ്യം സംരക്ഷിക്കാനുള്ളതായ രീതിയായിട്ട് അക്യൂപഞ്ചർ കണ്ടിടുന്നുണ്ട്. ആര് കണ്ടിട്ടുണ്ട്? ഇന്ത്യ രാജ്യം, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. നോക്കി നിങ്ങൾ, അക്യൂപഞ്ചറിന് ഔദ്യോഗിക അംഗീകാരം നൽകുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് ഈ വന്നിട്ടുണ്ട് 2024 ഈ ഗസറ്റ് വ്യാപ്യം. അക്യൂപഞ്ചർ പ്രാക്ടീഷണർമാർക്ക് ആരോഗ്യ പരിശീലന മേഖലയിൽ കൂടുതൽ അംഗീകാരം ഇതോടുകൂടെ ലഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തോടുകൂടി, അറിവോട് കൂടിയിട്ട് അല്ലെങ്കിൽ അംഗീകാരത്തോട് കൂടിയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ, ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന അല്ലെങ്കിൽ പഠനം നടക്കുന്ന ഒരു മെഡിക്കൽ രീതിയാണ്, സിസ്റ്റമാണ് അക്യൂപഞ്ചർ. അത് നമുക്കത് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. നോക്കുന്നത്, അക്യൂപഞ്ചർ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്ന ഒരു ചികിത്സാ രീതിയാണെന്ന് പറയുന്നത് ശരിയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇത് ജെമിനിയിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്, നിങ്ങൾക്ക് പഠിച്ചു നോക്കട്ടോ. എന്തായിരിക്കും അതിനുള്ള കാരണങ്ങൾ? ഒന്ന്, വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും തെളിവുകളും. ജനങ്ങൾക്കിടയിൽ ഇതിന്റെ സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അക്യൂപഞ്ചറിലൂടെ കുറേ ആൾക്കാർ അങ്ങനെ മരിച്ചു, ഇങ്ങനെ മരിച്ചു എന്നൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ ചർച്ചകളിലേക്ക് എത്തുന്നുണ്ട്. ഒന്ന്, ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ്. രണ്ടാമത്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അമേരിക്കയിൽ പോലും ഇന്ന് ഹോസ്പിറ്റലുകൾ പോലും അക്യൂപഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം, മെഡിക്കൽ ഇംഗ്ലീഷ് മെഡിസിൻ പോലും ഇതിന് അംഗീകാരം നൽകി കഴിഞ്ഞു. ഓക്കെ, പണ്ട് കാലത്ത് ഒരു ബദൽ ചികിത്സാ രീതിയായി മാത്രം കണ്ടിരുന്ന അക്യൂപഞ്ചറിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം കൂടുതൽ അംഗീകരിക്കുന്നുണ്ട്. പല പ്രമുഖ മെഡിക്കൽ സെന്ററുകളിലും ആശുപത്രികളിലും അക്യൂപഞ്ചർ ചികിത്സ ലഭ്യമാണ്. ഇത് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കുറെ ആൾക്കാർക്ക് അംഗീകാരമില്ലാത്ത ആരെങ്കിലും ഇതാക്കുക എന്നുള്ളതാണ്, നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ഇത് എല്ലാ രാജ്യത്തും അക്യൂപഞ്ചർ ഇന്ന് ചികിത്സ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്, ഒന്ന്, ഗവേഷണ ഫലങ്ങൾ. അക്യൂപഞ്ചറിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫലങ്ങളാണ്. ഒന്ന്, വിവിധ തരം വേദനകൾക്ക്, ഇന്ന് ശരീരത്തിന്റെ വേദന നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം ഇത് ഉപയോഗിച്ചത് വേദനകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ക്രോണിക് വേദനകൾക്ക്. ക്രോണിക് വേദന എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 മാസം വരെ മരുന്ന് കുടിച്ചോട്ട് മാറാത്ത രോഗങ്ങൾക്ക്, വേദനകൾക്ക് പറഞ്ഞ പേരാണ് ക്രോണിക് വേദനകൾ. ആ വേദനകൾക്ക് അക്യൂപഞ്ചറിന് വളരെ ഫലപ്രദമാണ്. ഊരവേദന, കാൽമുട്ട് വേദന, ശരീരവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ. ആ മരുന്നുകളൊന്നും കഴിച്ചിട്ടും ഫലപ്പെടാത്ത ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അക്യൂപഞ്ചർ ഫലമുണ്ടെന്ന് ശാസ്ത്രം ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തലവേദന, കഴുത്ത് വേദന, നടുവേദന, സന്ധിവാതങ്ങൾ, പിന്നെ ഫൈബ്രോമയാൾജിയ തുടങ്ങിയ അവസ്ഥകൾക്ക് അക്യൂപഞ്ചർ ഫലപ്രദമാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പഠനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇപ്പൊ ഈ പറഞ്ഞു, ഓക്കാനം, ഛർദി, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, വിഷാദം, അതേപോലെ പ്രത്യുൽപാദന പ്രശ്നങ്ങൾ, അലർജി തുടങ്ങിയ അവസ്ഥകളിലും ഇത് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടതാണ്, അലർജി രോഗങ്ങളുമായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നതാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരു രോഗി വന്ന് കാണും. രോഗിയുടെ പേരൊന്നും നമ്മൾ പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഉറങ്ങാൻ പേടിയാണ്, ഉറങ്ങൂരാது. കാരണം ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ പിന്നെ തലവേദന, മണിക്കൂർ കണക്കിന് തലവേദന. ആ തലവേദന ഉണ്ടായി കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് തുമ്മൽ. കുട്ടി ഗുളിക കുടിച്ചുകൊണ്ട് ഉറക്ക് നിർത്തും. ചെറിയ കുട്ടിയാണ്, ഉറക്ക് നിർത്തുക. ഏത് ചെറിയ കുട്ടിയാണ്? ഒരു 10-20 അടുത്തുള്ള വയസ്സ് പ്രായം. ഉറക്ക് നിർത്തുക.
ഉറങ്ങിയാൽ പേടിയാ കുട്ടിക്ക്. കൊല്ലങ്ങളോളം എത്രയോ വർഷങ്ങൾ കുടിച്ചിട്ടും മരുന്ന് കുടിച്ചിട്ട് വേദനയില്ലാതെ കുട്ടി. അൽഹംദുലില്ലാഹ്, സന്തോഷം എന്ന് പറയട്ടെ, ആ കുട്ടിയുടെ അസുഖം മാറി. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അലർജി പോലുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായതാണ് ഈ അക്യൂപഞ്ചർ. അതേപോലെ തന്നെ നോക്കി സുരക്ഷാ പ്രൊഫൈൽ. ശരിയായ പരിശീലനം ലഭിച്ച വ്യക്തികൾ ചെയ്യുന്ന അക്യൂപഞ്ചർ ചികിത്സ വളരെ സുരക്ഷിതമാണ്. ഇവിടെ നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ട സാധനമുണ്ട്. ശരിയായ പരിശീലനം ലഭിക്കും. ശരിക്കും അക്യൂപഞ്ചറിന്റെ ചികിത്സാ രീതിക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. ആ ഡിപ്ലോമ കോഴ്സ് നമ്മൾ അക്യൂപഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെറിഡിയനുകൾ നമ്മുടെ ശരീരത്തിലുള്ളതായ നരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ പല പോയിന്റുകളുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ്. അപ്പോൾ ഈ രീതിയിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ 2024 ഈ ഗസറ്റ് പ്രകാരം പറഞ്ഞത് 2000 മണിക്കൂറിൽ കുറയാത്ത രീതിയിൽ 2000 മണിക്കൂർ കൃത്യമായിട്ട് അക്യൂപഞ്ചറിനെ കുറിച്ച് പഠനം നടത്തുക എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. ഇതാണ് അക്യൂപഞ്ചറിന്റെ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ അംഗീകരിച്ചിരിക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ പരിശീലനം നടത്തുന്ന ആളുകളല്ലാതെ ഇത് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പോകില്ല. നമ്മളിത് സ്വാഭാവികമായിട്ട് എന്താ ഇങ്ങനെ അക്യൂപഞ്ചറിനെ കുറിച്ച് ഇങ്ങനെ ഈ ഒരു ചർച്ച വരുന്ന നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഇതിനുള്ള മറ്റൊരു കാരണം എന്താ, ഇതിന് മരുന്നുകൾക്ക് ശരീരത്തിന് ഒരു പാർശ്വഫലങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിൽ നീഡിൽ കുത്തി ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ ചില ഇന്ത്യൻ അക്യൂപഞ്ചറിലൊക്കെ ഞങ്ങൾ സിംഗിൾ നീഡിൽ ഒരു ടച്ച് ചെയ്തത് കൊണ്ടിട്ടൊക്കെയാണ് അക്യൂപഞ്ചർ ചികിത്സ വരുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ എല്ലാ ശരീരത്തിന്റെ ഭാഗത്തും നമ്മൾ കയ്യൊക്കെ തട്ടുന്നുണ്ട്. നമുക്ക് അവിടെ അസുഖം മാറുന്നുമില്ല, പുതിയ അസുഖങ്ങൾ വരുന്നുമില്ല. അതെന്താ, ആ പോയിന്റിൽ അല്ലാത്തത് കൊണ്ടുള്ളതാണ്. അപ്പൊ ആ പോയിന്റുകളിൽ തന്നെ നമ്മൾ തട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ രീതിയിൽ പോകുന്നുണ്ടാവും. ഈ രീതിയിലാണ് ചികിത്സാ രീതി നടക്കുന്നത്. അതിന് ചികിത്സിച്ചുകൊണ്ട് അതിലൊരു അക്യൂപഞ്ചറിൽ ചികിത്സ വന്നു കഴിഞ്ഞാൽ അതിന് പാർശ്വഫലങ്ങളില്ല, സൈഡ് എഫക്റ്റ് ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ആധുനിക ആരോഗ്യ പ്രശ്നങ്ങളോടുള്ള പ്രതികരണം. ഇന്നുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും നേടാൻ അക്യൂപഞ്ചറിന് കഴിയുന്നുണ്ടെന്നാണ്. അത് ഞാൻ പറയില്ല, പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പിയോയിഡ് പ്രതിസന്ധി ലോകമെമ്പാടും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഓപ്പിയോയിഡ് മരുന്നുകൾ അമിത ഉപയോഗം വലിയ പ്രതിസന്ധിയാണ്. ഒപ്പിയോയിഡ് രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ ഈ പല കെമിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഈ മെഡിക്കൽസ് ഈ സൈഡ് എഫക്റ്റ് ഉള്ള. അപ്പം നമ്മളൊക്കെ ആലോചിച്ച് നോക്കിങ്ങൾ എത്ര രോഗങ്ങളെ മരുന്നുകളാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഗവൺമെന്റ് പിൻവലിക്കുന്നു. അവസാനം എന്താ പറയുക, അത് ക്യാൻസറിന് കാരണമാണ് അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾക്ക് കാരണമാണെന്ന് പറഞ്ഞു. അത്രയും ആളുകൾ കുടിച്ചതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള ഏതുമായ സാധനം ഇതാണ്. നിർത്തുന്നില്ലല്ലോ. ഇതെല്ലാം പഠിച്ച് അവസാനം എല്ലാവർക്കും പിടിപെട്ടിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ വേദന നിയന്ത്രിക്കുന്ന മരുന്നുകൾക്ക് ഇല്ലാത്ത ബദൽ ചികിത്സയായിട്ട് അക്യൂപഞ്ചർ ഇന്ന് വളരെ വളരെ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അക്യൂപഞ്ചറിനെ കുറിച്ച് ഇന്ന് രണ്ടാമത് ക്രോണിക് രോഗങ്ങളുടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എല്ലാവർക്കും കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, പുറം വേദന, നടുവേദന, ഇങ്ങനെ തുടങ്ങി ഷോൾഡർ പെയിൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം വേദന കൊണ്ട് മരുന്ന് കഴിച്ചിട്ടും പറയില്ലാത്ത 3 മാസം മുതൽ 6 മാസം വരെ മരുന്ന് കഴിച്ചിട്ടും വേദനക്ക് മാറ്റില്ലാത്ത മരുന്ന് രോഗങ്ങളെയാണ് ക്രോണിക് രോഗങ്ങൾ എന്ന് തന്നെ പറയാം. ആ രോഗങ്ങൾക്ക് ഇന്ന് ജീവിതശൈലി രോഗങ്ങളും ക്രോണിക് വേദനകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള വഴികൾ തേടുന്നതിൽ അക്യൂപഞ്ചർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അക്യൂപഞ്ചറിലൂടെ ഇന്ന് ധാരാളം ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചികിത്സിച്ച് അവർക്ക് ഫലമില്ലാതെ പോയാലും വരുമല്ലോ. ഈ കാലങ്ങളോളം കുടിച്ച് മരുന്ന് കഴിച്ചിട്ട് ഞങ്ങളടുത്തൊക്കെ വരുന്നത്, എൻ്റെ അടുത്തൊക്കെ വരുന്ന കാണാം 20ഓളം വർഷങ്ങൾ, 20-25 വർഷങ്ങൾ പഴക്കമുള്ള വേദനകൾ, ഉരവേദനകളും കാൽമുട്ട് വേദന, ഷോൾഡർ വേദന, ഷോൾഡർ തിരിക്കാൻ കഴിയാത്ത ആളുകൾ, കഴുത്തി തിരിക്കാൻ കഴിയാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ വരുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ആളുകളാണ് വരുന്നത്. അവർക്ക് ഇത് ഫലം കിട്ടി അവർ മാറിപ്പോവുകയാണ്. അങ്ങനെ മാറിപ്പോയത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആളുകൾ വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് എന്താ, ഇന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുക, അക്യൂപഞ്ചർ അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്നുള്ള ഈ കേൾവി വരുമ്പോൾ നമുക്കൊരു ഭയം തോന്നാം. പക്ഷെ ഇതിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത് അക്യൂപഞ്ചറിലൂടെ വന്നിട്ട് ചികിത്സിച്ച് ഫലം അറിഞ്ഞ ആളുകളാണ്. അവർ മരുന്ന് കഴിക്കാൻ മാത്രം കഴിയുന്നത്തോളം വെച്ചും എത്രയോ സമ്പത്തിന്റെ ഭൂരിഭാഗം മരുന്ന് കഴിച്ച് അവർ ആകെ കുടുങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ്. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അക്യൂപഞ്ചറിലൂടെ രോഗം മാറുമ്പോൾ ആ രോഗിക്കറിയാലോ ഇതുകൊണ്ട് മാറി കിട്ടിയതാണ് എന്നുള്ളത്. കാണുന്നവർക്ക് ഇതൊരു ഒരു സൂചിത്തരാണല്ലോ, അല്ലെങ്കിൽ ഇതൊരു തൊടലാണല്ലോ എന്ന് പറയാനുണ്ടാവും. പക്ഷെ രോഗം മാറിയ ആളുകളോട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ധാരാളം ആളുകൾ നമ്മൾ ഈ അക്യൂപഞ്ചർ ചികിത്സയിലേക്ക് വന്നിരിക്കുന്നത്. അനുഭവമാണ്. കേൾക്കുന്ന ആളുകൾക്ക് ഇത് അക്യൂപഞ്ചർ എന്നൊരു അക്യൂപഞ്ചർ ആയിരിക്കും, പക്ഷെ അത് അനുഭവിച്ച ആളുകൾക്ക് ഈ അക്യൂപഞ്ചറിലൂടെ കിട്ടിയ ഫലം വളരെ വലുതാണ്. ഇതിനൊക്കെ നമ്മൾ രോഗിയുടെ താല്പര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം തന്നെ, മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഇല്ല, രോഗികൾക്ക് രോഗം മാറുന്നു, ഇതുകൊണ്ടുള്ള ഈ കാര്യങ്ങൾ. ഇനി നമ്മളൊന്ന് ശാസ്ത്രീയ വിശദീകരണങ്ങൾ
കണ്ടെത്താൻ ശ്രമം ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഒന്ന്, പ്രവർത്തന രീതി. അക്യൂപഞ്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശാസ്ത്രം വല്ലാതെ പരിശ്രമിച്ച് അധ്വാനിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര ക്ലിയർ ആയി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അക്യൂപഞ്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പൂർണ്ണമായ ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ് അത് ശരീരത്തിൽ ചെയ്യുന്ന രീതി? നല്ല രോഗം മാറ്റുന്നുണ്ട്. ഈ രോഗങ്ങളൊക്കെ മാറ്റുന്നത് എങ്ങനെയാണ് മാറുന്നതെന്ന് ശാസ്ത്രം ഇന്ന് പഠിച്ചിട്ട് എത്തിയിട്ടില്ല. നാഡീവ്യൂഹത്തെയും മറ്റു ശരീരകലകളെയും ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു? നാഡികളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, ശരീരത്തിലുള്ള മറ്റുള്ള അവയവങ്ങളൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്, വേദന കുറക്കുന്നതിന് ശരീരത്തിലെ സ്വാഭാവിക ഓപ്പിയോയിഡുകൾ എങ്ങനെ പുറത്തുവിടുന്നു എന്നതിനെ കുറിച്ചെല്ലാം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതെങ്ങനെ ഈ അക്യൂപഞ്ചർ ഇങ്ങനെ ശരീരത്തിൽ വേദന നടക്കുന്നത്? നമ്മൾ ഓർക്കണം, ചൈനയിൽ ഈ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ യുദ്ധത്തിൽ നിന്ന് വേദന അനുഭവിച്ച ആളുകൾക്ക് ഈ വേദന മാറ്റാനാണ് ഈ അക്യൂപഞ്ചർ ഉപയോഗിച്ചിരുന്നത്. അതിന് അവിടെ എല്ലാ രോഗങ്ങൾക്കും അക്യൂപഞ്ചർ ആ രീതിയിൽ ഉപയോഗിച്ചു വന്നതാണ്. അപ്പോൾ ഫങ്ഷണൽ MRI, സാധാരണ MRIക്കാളും പവർ MRI ആണ്. ഫങ്ഷണൽ MRI പോലുള്ള ആധുനിക ഇമേജിംഗ് സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിൽ നിന്ന് മാറ്റങ്ങൾ നിരീക്ഷിച്ചും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് തലച്ചോറിൽ നോക്കുകയാണ്, എന്താണ് അക്യൂപഞ്ചർ? കാരണം എല്ലാ ശരീരത്തിന്റെ ഭാഗത്തും വാട്ടർ പോകുന്നുള്ള തലച്ചോറിനാണല്ലോ. അവിടെ എന്ത് മാറ്റം വരുന്നുള്ളത് ഫങ്ഷണൽ MRI വെച്ചുകൊണ്ട് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില്ലാണ്ടതല്ല, പഠനം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അക്യൂപഞ്ചറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇനി നോക്കുന്നത്, ഇനി ഇതാണ് പറഞ്ഞത് മെറീഡിയനുകൾ എന്നറിയപ്പെടുന്ന, ഇത് നമ്മുടെ ചൈനയിൽ വരുന്നതാണ്. പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഊർജം ചി എന്ന് പറയും. ചി എന്ന് പറഞ്ഞാൽ ഊർജം സഞ്ചരിക്കുന്ന പാതകളാണ്. ഒഴുകുന്നതായി കരുതുന്നു. മെറീഡിയനുകൾ എന്ന പാതകളെ കുറിച്ചും അവരുടെ ശരീരശാസ്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മെറീഡിയനുകൾ എന്നതിനെ കുറിച്ച് ഇങ്ങനെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്ന് ലോകം മുഴുവനും, നമ്മുടെ ഇന്ത്യ രാജ്യം മാത്രമല്ല, കേരളം മാത്രമല്ല, ലോകം മുഴുവനും ഇന്ന് അക്യൂപഞ്ചറിനെ കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അക്യൂപഞ്ചറിലൂടെ ഇത്രമാത്രം പ്രാധാന്യം വരുന്നത്? മൊത്തത്തിൽ പറഞ്ഞാൽ അക്യൂപഞ്ചർ ചികിത്സയുടെ ഫലപ്രാപ്തിയാണ് ഒന്നാമത്. അതുകൊണ്ട് നല്ല രോഗങ്ങൾക്ക് ആളുകൾക്ക് മാറുന്നുണ്ട്. എൻ്റെ തന്നെ ഇപ്പോഴത്തെ ഈ പനിയുടെ രോഗത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്ത ആളുകൾ പല പനിക്കും ഏറിയ 2-3 ദിവസത്തിനുള്ളിൽ മാറിയത് നമുക്ക് അനുഭവമാണ്. ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കി വന്നിട്ട് മാറാത്ത കുട്ടികൾ വീണ്ടും. ഈ പനി മാത്രമല്ല, എല്ലാ കാരണവും നമ്മളിത് ഒരുപക്ഷെ ചികിത്സിക്കുന്ന നമ്മൾക്ക് പോലും പറയാൻ പറ്റില്ല അത് ഇന്ന രീതിയിൽ മാറുക എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. തൊണ്ടയിൽ മുള്ളു കുത്തിയിട്ട് ഒരു രോഗി എൻ്റെ അടുത്ത് വന്നു. ആ രോഗിയോട് ഡോക്ടർ പറഞ്ഞിരുന്നത് അത് അഥവാ ഓപ്പറേഷൻ ചെയ്താൽ സൗണ്ട് പോകുമെന്നാണ്. വന്നു നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു ഫേസ് ചെയ്തിട്ടില്ല എത്ര രോഗങ്ങളൊന്നും, നമ്മുടെ ഈ കുറഞ്ഞ അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ രോഗിയെ നമ്മൾ സാധാരണ നമ്മൾ ചികിത്സിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ നോക്കുമ്പോൾ പൾസ് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ. പൾസ് നോക്കുമ്പോൾ ആ പൾസിൽ എവിടെയാണ് ശരീരത്തിൻ്റെ ഉള്ളിലെ രോഗത്തിനാണ് ഈ പൾസിലൂടെ ശരീരം കാണിച്ചു തരിക. അപ്പൊ ആ രോഗത്തിലൂടെ ശരീരം നമുക്ക് എവിടത്തെ പൾസാ കുറവ് കാണിച്ചു തന്നു. 1/2 മണിക്കൂർ കൊണ്ട് ആ മുള്ളു പോയി. എനിക്കൊരു 3-4 അനുഭവങ്ങളെങ്കിലും ഈ തൊണ്ടയിൽ മുള്ളു കുത്തിയതിന് അനുഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് പറയുമ്പോൾ ഒരുപക്ഷെ ഈ കാണുമ്പോൾ അതിപ്പോ എങ്ങനെ ഞാനിവിടെ തൊട്ടതുകൊണ്ട് ഇപ്പൊ എങ്ങനെ സൂചി വെച്ചതുകൊണ്ട് എങ്ങനെ ഈ ചങ്കില് മുള്ളു പോവുക എന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കാം. ഇതാണ് അക്യൂപഞ്ചർ. നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ല, ശാസ്ത്രത്തിന് ഏതായാലും കിട്ടുന്നില്ലല്ലോ. പിന്നെ രണ്ടാമത് സുരക്ഷയാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അറിയിക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ പഠിക്കേണ്ടതാണ്. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗുളിക കുറിച്ചിട്ട് സാധാരണ ഡ്രഗ്സുകൾ എന്ന് നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. ഡ്രഗ്സ് എന്ന് പറയാനും മെഡിസിൻ എന്ന് പറയാനും വ്യത്യാസം. ഒരു രോഗത്തും ആ മരുന്ന് കുടിച്ച കാരണത്തിൽ മറ്റൊരു രോഗം തുടങ്ങുന്നതിന് അത്തരം മരുന്നുകൾ പറയുന്ന പേരാണ് ഡ്രഗ്സുകൾ എന്ന് പറയാം. മെഡിസിന് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ. ആ രോഗത്തുനിന്ന് ഒരു രോഗം മറ്റൊരു രോഗത്തിൽ തുടങ്ങും. ഒരുപക്ഷെ നമ്മളെ കാഴ്ചയിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ആ കുടിച്ച ഭാഗം ഒന്ന് തൽക്കാലം നിന്നിട്ടുണ്ടാവാം, പക്ഷെ അതിൽ നിന്ന് മറ്റു രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ക്യാൻസർ ഒക്കെ തുടങ്ങുന്നത് പറഞ്ഞിട്ട് കുറേ രോഗങ്ങളും ഗുളികകളും നിർത്താനുള്ള കാരണം. നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോക്കി, അത് സുരക്ഷയാണ്. രണ്ടാമത് പാർശ്വഫലങ്ങൾ കുറവാണെന്നുള്ള വസ്തുത അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഇത് ഉപയോഗിച്ച ആളുകൾക്ക് കേൾക്കുന്നൊക്കെ കിട്ടൂല. കേൾക്കുന്ന വെച്ച് സൂചി കുത്തിയതുകൊണ്ട് ഇപ്പം എങ്ങനെ ഇതാവുക എന്ന് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കും. അത് ഇൻഷാല്ലാഹ് നമുക്ക് മനസ്സിലാവാം. ഇതാണ് രണ്ടാമത്തൊന്ന്. കൂടാതെ മരുന്നുകളില്ലാതെ ചികിത്സാ രീതിയോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യം. ഇന്ന് ആളുകളൊക്കെ മരുന്ന് കുടിച്ച് കണ്ടമാനം അത് ആവശ്യമുണ്ടായിട്ടും ഇല്ലാതെയും എത്ര രോഗങ്ങൾക്കാണ് വെറുതെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ഡോക്ടർമാർ ഒരു പക്ഷെ അങ്ങനെ കൊടുക്കും. അങ്ങനെ ചികിത്സിച്ച് മടുത്ത് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഇതെല്ലാം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് വർദ്ധിച്ചു വരുന്ന താല്പര്യം എന്നിവയെല്ലാം ഈ മേഖലയിലെ ഗവേഷണങ്ങൾ കൂടാൻ പ്രധാന കാരണങ്ങളാണ്. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ്
ഇന്ന് അക്യൂപഞ്ചറിനെ കുറിച്ചിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടക്കാനുള്ള കാരണം എന്നാണ്. ഇനി നോക്കി നിങ്ങൾ ആധുനിക ശാസ്ത്രീയ വിശദീകരണം, ഇതിന് ആധുനിക ശാസ്ത്രങ്ങളുടെ വിശദീകരണം നോക്കാം. ഒന്നാമത്തെ, ആധുനിക വൈദ്യശാസ്ത്രം അക്യൂപഞ്ചറിനെ സമീപിക്കുന്നത് ശരീരശാസ്ത്രപരമായും ബയോകെമിക്കൽ ആയുമുള്ള മാറ്റങ്ങളുടെ, ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ബയോകെമിക്കൽ ശരീരത്തിന് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെന്താണ് എന്ന രീതിയിലാണ് അക്യൂപഞ്ചർ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ താഴെ പറയണം. ഒന്നാമത് നോക്കി നിങ്ങൾ, നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നു. ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിൽ നാഡികളാണ്, ഈ നാഡികളും നരമ്പുകളും, ഈ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നത്, സ്റ്റിമുലൈസ് ചെയ്യാണ് സാധാരണ നമ്മളിപ്പോൾ ഇതിൽ കിട്ടുമ്പോൾ പൾസ് നോക്കുമ്പോൾ ഏത് ഭാഗത്താണ് പൾസ് കുറവുള്ളതെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ സ്റ്റിമുലൈസ് ചെയ്യാണ്, ഉത്തേജിപ്പിക്കുകയാണ്. ആ ഉത്തേജനം നടക്കുന്ന അക്യൂപഞ്ചറുകളിൽ ചികിത്സിക്കുമ്പോൾ അത് ആ ഭാഗത്തുള്ള നാഡീതന്തുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അവിടുത്തെ നാഡിക്ക് രക്തോട്ടം കൂടുന്നു. രണ്ടാമത്, ഈ ഉത്തേജനം തലച്ചോറിലേക്കും സുഷുമ്നാ നാഡിയിലേക്കും സിഗ്നലുകൾ അയക്കുന്നു. ആ ഉത്തേജനം തലച്ചോറിലേക്ക് വിവരം കൊടുക്കുകയാണ്, അതേപോലെ സുഷുമ്നാ നാഡികളിലേക്ക് വിവരം കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ രോഗം മാറ്റാൻ നിൽക്കുകയാണ്. എത്ര പെട്ടെന്ന്, ഒരുപക്ഷെ അക്യൂപഞ്ചറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന കാണുന്ന ഒരുപക്ഷെ വന്നിട്ടുണ്ടാവുക കാൽവേദന അല്ലെങ്കിൽ മുട്ടുവേദന ആയിരിക്കും. ചികിത്സ ശരീരം കാണിച്ചത് മുട്ടുവേദന ആവില്ല, മറ്റുള്ള ഭാഗങ്ങൾ പ്രയാസങ്ങളായിരിക്കും. അവിടെ ചികിത്സ കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക് കാരണങ്ങൾ അറിയും, ചികിത്സിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാറുള്ളൂ. മുട്ടുവേദനയ്ക്ക് അപ്പർ മരുന്ന് കൊടുത്ത് ആൾ നോക്കും, പക്ഷെ വീണ്ടും വേറെ വരും. ആ ബേസിക് കാരണങ്ങൾ കണ്ടെത്തി അതിനെ ചികിത്സിക്കുമ്പോഴാണ് ഫലം കിട്ടുക. അതാണ് ഈ അക്യൂപഞ്ചറോട് നടക്കുന്നത്. ബേസിക് കാരണങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നു, ആ ബേസിക് കാരണങ്ങൾ നമ്മൾ ചികിത്സിക്കുന്നു, ഉടനെ അതിന് ഫലം നൽകുന്നു എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കും ഒന്ന് വരുന്നു. മാത്രമല്ല പിന്നെ തലച്ചോറിന് സിഗ്നൽ നൽകുന്നു. വേദനയെ കുറിച്ചുള്ള ഇത് വേദനയെ കുറിച്ചുള്ള തലച്ചോറിന്റെ ധാരണയെ മാറ്റാൻ സഹായിക്കുന്നു. അങ്ങനെ വേദന മാറാനുള്ള കാര്യങ്ങൾ നൽകുന്നു. അതുപോലെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അക്യൂപഞ്ചർ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഓർമ്മ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ്. അതുപോലെ സിസ്റ്റത്തിലും വേദനയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ അക്യൂപഞ്ചർ ഇവിടെ തൊടുന്നോട് കൂടിയിട്ട് നമുക്ക് അവിടെ വിവരം കിട്ടുകയാണ്. അങ്ങനെ ശരീരത്തിലെ രോഗം മാറുകയാണ് എത്ര പെട്ടെന്ന്. അതേപോലെ തന്നെ പ്രകൃതിദത്ത വേദന സംഹാരികൾ ഉത്പാദിപ്പിക്കുന്നു. നമ്മൾ ഓർക്കേണ്ടതാണ്, വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ വരുന്ന ഈ ലേഡീസിന്റെ മെൻസസുമായ പ്രശ്നങ്ങൾ, ഗർഭപാത്രം എടുത്ത് കളയണം. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ച് വെക്കും, നമുക്ക് വേദന ഉള്ള പ്രയാസമുള്ള ഭാഗങ്ങൾ മുറിച്ചാണ്. തല മുറിച്ച് കളഞ്ഞാൽ ജീവിക്കൂല എന്ന് നാട്ടുകാർക്ക് ബോധം ഉണ്ടാകുന്ന ഡോക്ടർമാരെ പറയാതൊക്കെയാണ്. ഗർഭപാത്രം മുറിച്ചറിഞ്ഞാൽ കുഴപ്പമില്ല, അത് ജീവിക്കുന്ന ആൾക്കാർക്ക് ബോധമുണ്ട്. അതേപോലെ ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട്. അങ്ങനെ തലയും കൂടെ തലക്കുള്ള കേടുന്ന് നിങ്ങൾ തലാണ് മുറിച്ചാളി എന്ന് പറയും, പക്ഷെ അത് നിങ്ങൾക്ക് അറിയാം ഇത് മുറിച്ചാൽ ജീവിക്കൂലല്ലോ എന്നുള്ള ആ ഒരൊറ്റ കാരണമെന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രത്യേകം നമ്മൾ നോക്കണം. നമ്മുടെ ശരീരം എല്ലാ രോഗങ്ങളും സ്വയം മാറ്റാനുള്ള കഴിവുള്ളതാണ്. ഞാൻ ആ മറ്റൊരു വീഡിയോയിൽ അതിലേക്ക് വരുന്നുണ്ട്. സ്വയം നമ്മുടെ ശരീരം, നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സ്വയം ശരീരം. ഇപ്പൊ നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് അതിന് മരുന്ന് കുറിച്ചെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനാണ്. ശരീരത്തിന്റെ മോഹം മാറ്റുള്ള പവർ ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അത് മറ്റു അതിനെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ അവിടെ വേറെ വരുന്നുണ്ട്. പോട്ടെ, എനിക്കിപ്പോൾ കടക്കുന്നില്ല. ഇപ്പൊ ഏതായിരുന്നു പ്രകൃതിദത്ത വേദന സംഹാരം. ശരീരത്തിന്റെ വേദന മാറാൻ പ്രകൃതിപരമായിട്ടുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ വേദന മാറ്റിയാണ്. ആലോചിക്കുന്നത് എത്ര വേദന കൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അക്യൂപഞ്ചർ ശരീരത്തിന്റെ എൻഡോർഫിനുകൾ പോലുള്ള സ്വാഭാവിക വേദന സംഹാരികളെ പുറത്തുവിടാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ വേദനകളൊക്കെ മാറ്റാനുള്ള പഠനങ്ങൾ നടക്കുന്നു എന്നാണ് ഇന്ന് ശാസ്ത്രം കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ സെറോട്ടോണിൻ, ഡോപ്പമിൻ, പിന്നെ നോർപിനെഫ്രിൻ, അതേപോലെ തുടങ്ങിയ ഇങ്ങനെ ഈ രോഗങ്ങളെ കുറിച്ചുള്ള ഈ ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച ശരീരം ഇവിടെ ഈ തുടർന്നുകൊണ്ടാണ് അല്ലെങ്കിൽ സൂചി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ ശരീരത്തിൽ ഇവിടെ ഉണ്ടാകുന്ന നിയന്ത്രിക്കുന്ന വേദനകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരീരം ഇങ്ങനെ നിയന്ത്രിച്ചു പോകുന്നു. ഇതാണ് അക്യൂപഞ്ചർ സത്യത്തിൽ ശരീരത്തിൽ. രണ്ടാമത്തെ രക്തയോട്ടം വർദ്ധിക്കുന്നു. ഈ സൂചി വെക്കുന്നതോടെ നമ്മൾ ഓർക്കേണ്ടത് 8000 വർഷങ്ങൾക്ക് മുമ്പൊന്നും അന്ന് സത്യത്തിൽ സൂചി ഇല്ലല്ലോ. അന്നുണ്ടായിരുന്നത് ഇനി കണ്ടെത്തിയ സൂചി ഉണ്ടെങ്കിൽ വല്ല മരത്തിന്റെ കൊല്ലി, അതേപോലെ തന്നെ പാറുന്നത്, അതെങ്ങാനും ശരീരത്തിൽ ഒരു അക്യൂപഞ്ചറായിട്ടും കാര്യമില്ല, ഏത് പഞ്ചറായിട്ടും കാര്യമില്ല, മനുഷ്യൻ പിന്നെ വൈക്ക് വരൂലല്ലോ. നിങ്ങൾ ആലോചിക്കും, അന്ന് തുടങ്ങിയ ഒരു ചികിത്സാ രീതി ശരിക്കും ഏകദേശം സൂചി കണ്ടെത്തിയിട്ട് ഏകദേശം 2500-3000 വർഷത്തിൻ്റെ ഉള്ളായിട്ടുള്ളൂ. അതിൻ്റെ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പേ ഈ അക്യൂപഞ്ചർ ചികിത്സാ രീതി ഉണ്ട്, ഈ ചെറിയ രീതിയിൽ. അപ്പൊ ശരീരത്തിന്റെ തൊലിപ്പുറത്താണ് ഇതിന്റെ ചികിത്സ നടക്കുന്നത്. ആ ശരീരത്തിന്റെ ആ കുറഞ്ഞ അത്ര ആഴത്തേക്കൊന്നും പോകാൻ പോണില്ല. സൂചി ഇപ്പൊ കുറെ ആളുകൾക്ക് ഇങ്ങനെ കുറയാണ്ട് ആഴത്തിൽ ഒഴുക്കി വെച്ചാൽ അത് ആർക്കാരും വേദന ഉണ്ടാവില്ലോ. അത് അങ്ങനെയല്ല രീതിയിൽ. അക്യൂപ്പ നമ്മൾ അങ്ങനെ മനസ്സിലാക്കരുത്. അക്യൂപ്പഞ്ചറിന്റെ സൂചി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഈ ശരീരത്തിന്റെ തൊലിപ്പുറത്തുനിന്നുള്ള കുറച്ച് ഭാഗങ്ങളിലാണ് ഇത് വരുന്നത്. ആ ഒരു രീതിയിലാണ് ചികിത്സിക്കുന്നത്. അങ്ങനെ ചികിത്സിച്ചിട്ട് ശരീരത്തിൽ രക്തോട്ടം വർദ്ധിക്കുന്നതാണ്.
ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തോട്ടം നടക്കുന്നുണ്ട്. നോക്കി, അക്യുപഞ്ചറിന് ശരീരത്തിൽ രക്തം വർദ്ധിപ്പിക്കാൻ കഴിവുണ്ടെന്നും ഇത് രോഗശാന്തിയെ ത്വരിതപ്പെടുത്തും എന്നും ചില പഠനങ്ങൾ പറയാണ്. ഇതിനെക്കുറിച്ച് പഠനം നടന്നുകൊടുക്കുക. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? രണ്ടാമത്തെ, വീക്കങ്ങൾ കുറക്കാൻ, ശരീരത്തിൽ വീർക്കുന്ന നീർക്കെട്ടുകൾ, മറ്റുള്ള കാര്യങ്ങൾ ഇത് കുറക്കാൻ ശരീരത്തിന് അക്യുപഞ്ചർ വളരെ കഴിവുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞില്ല, ശാസ്ത്രത്തിന്റെ പഠനമാണ്. എന്താണ് ഇതിലൊക്കെ ഇങ്ങനെ നടക്കുന്നതെന്ന് പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രോണിക് രോഗങ്ങൾക്കും വേദനകൾക്കും ആശ്വാസം നൽകാൻ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മറ്റുള്ള അങ്ങനെ ഈ കുറേ കാര്യങ്ങൾ, വീക്കളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത്. പോട്ടെ, ഓട്ടോണമിക് നാഡീവ്യൂഹത്തെ സന്തുലിതമാക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കുള്ള നാഡീവ്യൂഹത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അത് രക്തം വളരെ കൃത്യമായിട്ട് ഓടാനും അതിൻ്റെ സുഗമമായ നടത്തിപ്പിനൊക്കെ ഈ അക്യുപഞ്ചർ സുഖമാക്കുന്നുണ്ടെന്നാണ്. ശരീരത്തിൻ്റെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മൾ ഇച്ഛിക്കാത്ത പ്രവർത്തനങ്ങൾ, ചിന്തിക്കാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഓട്ടോണമിക് നാഡീവ്യൂഹത്തെ ഈ അക്യുപഞ്ചർ സ്വാധീനിക്കുന്നു എന്നാണ് മറ്റൊരു പഠനം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് സഹാനുഭൂതിയുള്ള നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും പാരാസിമ്പത്തിക് നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സമ്മർദ്ദം കുറക്കാനും വിശ്രമിക്കാനും സഹായിക്കുന്നു. ടെൻഷൻ കുറക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അക്യുപഞ്ചർ എന്നർത്ഥം. ഇതിനെക്കുറിച്ച് പഠനം ഇന്നിപ്പോൾ എല്ലാവരും ലോകത്തിന് പ്രശ്നം ഭൂരിഭാഗം ടെൻഷനാണല്ലോ. അതിന് പറ്റിയ നല്ല ഒരു വഴിയാണ് അക്യുപഞ്ചർ. പഠിക്കുന്നത്, പറയുന്നത് ശാസ്ത്രം നോക്കണം. നമ്മളെ ശാസ്ത്രം ഇതിനെക്കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾക്കുള്ളത് പിന്നെ നോക്കി ബന്ധിത കലകളെ കുറിച്ചല്ല, ഇതിനെക്കുറിച്ചല്ലേ. ചുരുക്കത്തിൽ അക്യുപഞ്ചറിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പൂർണ്ണമായ ഒരു ചിത്രം ലഭിക്കുന്നതിന് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഇത് ഗൂഗിളിന് കിട്ടിയ മറുപടിയാണെന്ന് നോക്കണേ, ഞാൻ എഴുതിച്ചല്ല. ഗൂഗിളിൽ നേരെ കിട്ടിയത് നേരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇറക്കിയതാണ്. അപ്പോൾ ഇത്രയും പഠനങ്ങൾ ഇനിയും പഠനം നടക്കണം. അക്യുപഞ്ചറിനെ കുറിച്ച് പൂർണ്ണമായിട്ട് വിവരം കിട്ടണമെങ്കിൽ പഠനം നടന്നേ പറ്റൂ. ഈ നേരത്താണ് നമ്മളെ നാട്ടിൽ പിന്നെ വരുന്നത്. എന്നാൽ നോക്കി എന്തെല്ലാം ഉണ്ട്, അക്യുപഞ്ചർ ഉപയോഗിക്കാൻ പാടില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും വേദന കുറക്കുന്നതിനും വീക്കം നിയന്ത്രിക്കുന്നതിനും മാനസിക പിരിമുറുക്കം കുറക്കുന്നതിനും ശരീരത്തിൻ്റെ സ്വാഭാവിക രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അക്യുപഞ്ചറിന് കഴിയുമെന്ന് നിലവിലുള്ള ശാസ്ത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് നാഡീവ്യൂഹം അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അക്യുപഞ്ചർ ചികിത്സ ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പം നമ്മളിവിടെ സാധാരണമായിട്ട് നമ്മൾ വിചാരിച്ചു ഒരു കൈമുട്ട് വേദന, കാൽമുട്ടൽ, ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടോ അതിന് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റും. എന്താ കാരണം? ശരീരത്തിലെ പൾസ് നോക്കിയിട്ടാണ് അക്യുപഞ്ചർ ചികിത്സ നടത്തുക. വണ്ടി ഒന്ന് കാണാൻ കുത്താൻ പറ്റില്ല സൂചിക്കുന്നത്. ആ ശരീരത്തിലെ പൾസ് നോക്കിയിട്ട് നോക്കുമ്പോൾ ശരീരം കാണിച്ചിട്ടാണ് എൻ്റെ ശരീരത്തിൽ ഇന്ന രോഗങ്ങളാണ് ഉള്ളത്. ശരീരം നമുക്കറിയാം, പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങൾ അടിസ്ഥാനമായിട്ടാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഭൂമി, വെള്ളം, വായു, മരം, ആകാശം തുടങ്ങിയ ഈ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ശരീരം മുന്നോട്ട് വന്നത്. ഇത് ചാർജ് ചെയ്യുന്നതൊക്കെ അന്തരീക്ഷത്തിൽ നിന്നാണ്. നമ്മൾ ആ ചാർജിങ് ഭാഗങ്ങൾ അതിനെ സ്റ്റിമുലൈസ് ചെയ്യുമ്പോൾ, ഉത്തേജിപ്പിക്കുമ്പോൾ അതിൽ പ്രവർത്തനം നടക്കുന്നു. ഈ കാര്യങ്ങൾ ഇത് ക്ലിയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന് പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു. ഇതാണ് സത്യത്തിൽ അക്യുപഞ്ചർ നടക്കുന്നത്. ഏതൊക്കെ രോഗങ്ങൾക്ക് വരാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്ഭുതപ്പെടുന്ന ഏകദേശം വർഷങ്ങളോളം 12 കൊല്ലം മെൻസസ് നിൽക്കാത്ത സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആലോചിക്കുന്ന നമ്മൾ ഗർഭപാത്രം എടുത്തു കളയാൻ വേണം. അതൊരു ചെറുപ്പക്കാരി ആയതുകൊണ്ട് ആ സ്ത്രീക്ക് എടുത്തു കളഞ്ഞാൽ ഇനി കുട്ടികൾ ഉണ്ടാവാത്ത ആളും കൂടി ആയതുകൊണ്ട് ഇത് കഴിയുമെന്ന് ഞാനത് പറയാനുള്ള കാരണം വെച്ചാൽ, കഴിഞ്ഞ ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീ വന്നപ്പോൾ പറഞ്ഞത് 1.5 കൊല്ലത്തിനിടയിൽ എനിക്ക് പിന്നെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. അത് വല്ലാത്ത സന്തോഷമാണ്. 1.5 കൊല്ലം ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല എന്ന്. 12 കൊല്ലം മരുന്ന് പിടിച്ച ആളുകളുടെ അവസ്ഥകൾ ആലോചിക്കി. ഞാനത് അക്യുപഞ്ചറുടെ അതൊരു വലിയൊരു നേട്ടമാണ്. അക്യുപഞ്ചർ അപ്പം നമ്മളൊക്കെ മക്കളൊക്കെ സ്വാഭാവികമായിട്ടും 4-5 കൊല്ലമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കൊണ്ടുപോകേണ്ട ഗതിയെ വന്നിട്ടില്ല. മാസങ്ങളിൽ ഓരോ ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ കണ്ടമാനം ടൈം ഹോസ്പിറ്റലിൽ പോകേണ്ട ഗതിയുള്ള ആളുകളായിരുന്നു നമ്മളൊക്കെ. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണ്. ഏതായിരുന്നാലും പോട്ടെ. അപ്പോൾ നമ്മൾ പറയും ഏതൊക്കെ ചികിത്സക്ക് പറ്റുക എന്നതാണ്. അക്യുപഞ്ചർ ചികിത്സയുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യണത്. നമുക്ക് സുഖമാക്കുക എന്നത് ശരീരം ചെയ്യണ പണിയാണ്. നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട് ഒരു അക്യുപഞ്ചറിനും ഞാൻ തൊട്ടപ്പണാനും ഉറപ്പായിട്ട് സുഖമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? ശരീരമാണ് സുഖക്കാറുള്ളത്. നമ്മൾ അതിന് ചികിത്സ നൽകുന്നു, ശരീരത്തിന് കഴിവ് നൽകുന്നു, ശരീരം എന്ത് ചെയ്യുന്നു? സുഖമാക്കുന്നു. അങ്ങനെ മാറുന്നു. അതുപോലെ മരണം വരെ സുഖമായി ജീവിക്കുക എന്നുള്ളത് ജീവന്റെ ആവശ്യമാണ്. നമ്മുടെ ജീവൻ ശരീരത്തിനുള്ളിൽ നിൽക്കുന്നത് നമ്മൾ മരിക്കോളം നിൽക്കണം. അത് നിൽക്കുന്നത് ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിന് സുഖമായിട്ട് ജീവിക്കാൻ ശരീരം തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും.
അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. മരുന്ന് കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അതിനുള്ള കെമിക്കലുകൾക്കൊക്കെ നമ്മൾ തരും. ആ കെമിക്കലിന് ശരീരത്തിനുള്ളിൽ എന്ത് വന്നാലും, ഇപ്പം നമ്മുടെ മൂക്കിലേക്ക് ഒരു പൊടി കയറിയാൽ നമ്മൾ തുമ്മി ഒഴിവാക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് അതേപോലെ തന്നെ വായിലൂടെ കയറിയാൽ അതിന് കാപ്പി തുപ്പിയിട്ടൊക്കെ നമ്മൾ ഒഴിവാക്കാൻ കഴിയും. ശരീരത്തിന് എന്ത് വേണ്ടാത്ത വേസ്റ്റ് വന്നാലും ശരീരം പുറത്ത് കഴിയും. അതിന് ഏതായാലും സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഈ പ്രമേഹത്തിനൊക്കെ മരുന്ന് കുടിക്കുന്ന ആളുകൾ പെട്ടെന്ന് പ്രമേഹത്തിൻ്റെ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഓവറായിട്ട് കൂടും. എന്താ കാരണം, പ്രമേഹം ഇതുവരെ നിയന്ത്രിച്ച് പോന്നിരുന്ന മരുന്ന് പോലാണ്. മരുന്ന് നിർത്തുന്നതോടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പ്രമേഹങ്ങളെല്ലാം കൂടി പുറത്തേക്ക് വരും. സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകളാണ്. പോട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഏത് രോഗങ്ങളെയും സുഖമാക്കുക എന്നത് ശരീരത്തിന് ആവശ്യമാണ്. കാരണം ശരീരത്തിൽ ജീവൻ നിലനിൽക്ക് പോകണം. മരിച്ചാന്നുള്ള ഡേറ്റിലല്ലേ മരിച്ചുള്ളൂ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അക്യൂപഞ്ചർ എന്ന് പറഞ്ഞാൽ മരണം തടയുന്നതല്ല, മരിച്ചാലുള്ള ഡേറ്റ് ആയാൽ എല്ലാവരും അത് പോകും. അതിന് മുമ്പ് ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇടങ്ങാറായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ജീവനെ ഇടങ്ങാറാക്കുന്ന ഒരു അവസ്ഥയാണ് മറ്റുള്ള മാറ്റങ്ങളും കെമിക്കലൊക്കെ നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ തീരെ വേണ്ടേ. അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അത്യാവശ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്യൂപഞ്ചർ ഡോക്ടർ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്താക്കുന്ന കാര്യങ്ങളാണ്. ഇതിനുണ്ട് മറ്റു രോഗങ്ങളൊന്നും വരിക എന്നാണ് ഒരു മറ്റു ഡേഞ്ചറായ അവസ്ഥയാണ്. ഇനി വേറെ രോഗങ്ങളാണ് വരുന്ന നോക്കുകയാണെങ്കിൽ കിട്ടണമായിട്ട് നോക്കുകയല്ല നിർവാഹമില്ലല്ലോ. അത്രയും ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കല നിർവാഹം ഉണ്ടാവില്ല. നമ്മൾ തീരെ വേണ്ടെന്നും പറഞ്ഞില്ല. പക്ഷേ അനങ്ങിയാൽ ഇപ്പം നമ്മൾ നോക്കി പാരാസിറ്റമോൾ എന്നുള്ള ഗുളിക ഡോക്ടർമാർ വരെ വന്നത് 3 പാരാസിറ്റമോൾ ഒന്നും കുടിച്ചാൽ പിന്നെ നിങ്ങൾ അപ്പുറത്ത് കുടിച്ചാൽ നിൽക്കാതെ വേഗം ഡോക്ടറെ കാട്ടണം. അവിടെ നിന്നും പാരാസിറ്റമോളാണ് അത് ആവശ്യം. പക്ഷെ എന്നാലും ആ ഗുളിക കിട്ടുന്ന നമുക്ക് ഇതിനെ പോയി വെക്കാം. സൈഡ് എഫക്റ്റുകളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഒരാൾ പൾസ് നോക്കി അവിടെ അയാൾ വെച്ച പോയിന്റിലല്ല വെച്ചത്. ഇന്ന രോഗങ്ങൾ കൂടൂല, ആ രോഗം മാറൂല എന്നേ ഉള്ളൂ. അത് മാറണമെന്നുണ്ടെങ്കിൽ അത് ഉത്തേജിപ്പിക്കേണ്ട സ്ഥലത്ത് പോയിട്ട് ഉത്തേജിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നീളിലാണ്. ഒരാൾക്ക് പേച്ചു എന്നാൽ ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് ഒരു ചെറിയൊരു സൂചിയൊക്കെയാണ്, ചെറിയ സൂചിൻ്റെ വേദന ഉണ്ടാകും. അല്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അക്യൂപഞ്ചറിലാക്കി കണ്ട് മരിച്ചു എന്ന് പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ നിങ്ങൾ തകർക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് സത്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാം അത് അനുഭവിച്ച ആൾക്കാരെന്ന് ബോധപ്പെടുള്ളൂ. ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. നമ്മൾ ഓർക്കണം. നോക്കി സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത മരുന്നുകളുണ്ട് സത്യത്തിൽ. നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ചാറ്റ്ജിപിറ്റിയോടൊന്നും ചോദിക്കാം. നിങ്ങൾ ജെമിനിയിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന്, ഞാൻ മരുന്നുകളുടെ പേര് പറഞ്ഞില്ല, കാരണം മരുന്ന് ചാറ്റ്ജിപിറ്റിയോട് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ജെമിനിയോട് അന്വേഷിച്ചാൽ അറിയാം ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്നുമില്ല. സാധാരണ ഡോക്ടർമാർ ഈ തൈറോയിഡിൻ്റെ മരുന്നിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, അത് കൃത്യമായിട്ട് കാണുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ ആ പേര് കടിച്ചിട്ട് നിങ്ങൾ നോക്കിക്കളി, അതിന് എത്ര സൈഡ് എഫക്റ്റുകളാണ് വരുന്നത് എന്നുള്ളത്. ഒരു മരുന്ന് പോലും സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത ഒരു മരുന്നില്ല എന്നുള്ള സത്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്നോട് വേറെ രോഗം തുടങ്ങും, ഉറപ്പാണത്. ആ ശരീരത്തിനുള്ള മറ്റു രോഗങ്ങൾ, ആ രോഗത്തിന് ഒരു പക്ഷേ രക്ഷ ഉണ്ടായേക്കാം എന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് രോഗത്തിനുള്ള ആളുകൾക്ക് വലിയ പ്രയാസം തന്നെയാണ് ഈ സൈഡ് എഫക്റ്റുകളെ കൊണ്ട്. എത്ര ആളുകളാണ് കിഡ്നി പോയി കിടക്കുന്നത്, എത്ര ആളുകൾക്കാണ് മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കേണ്ടതാണ്. ഇത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് എന്നറിയപ്പെടുന്ന ഒരു ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ഷെഡ്യൂൾ ജെ പ്രകാരം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് അടിച്ചു കൊടുക്കാം. ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടി, അല്ലെങ്കിൽ ജെമിനിയിൽ അടിച്ചാൽ മതി. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, അതിൽ ഷെഡ്യൂൾ ജെ എന്തായാലും പറഞ്ഞറിയോ. ഇന്ത്യയിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 വരുന്ന ഷെഡ്യൂൾ ജെ പ്രകാരം പരസ്യം ചെയ്യാൻ പാടില്ലാത്ത രോഗങ്ങളെയും അവയുടെ അവസ്ഥകളെയും കുറിച്ചുള്ള ഒരു പട്ടികയാണ്. ഒരു രോഗത്തിനെ കുറിച്ച് നമുക്ക് ചെയ്താൽ മനസ്സിലായില്ല. ലളിതമായി പറയാം, ജെമിനി പറയാണ്, ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രോഗങ്ങൾക്കോ അവസ്ഥകൾക്കോ ഒരു മരുന്നിനും രോഗം മാറ്റും പ്രതിരോധിക്കും എന്നൊന്നും അവകാശപ്പെടാൻ നിയമപരമായ അവകാശമില്ല. ഇങ്ങനെ പരസ്യം ചെയ്യപ്പെടുന്നത് ഇന്ന രോഗം, ഈ ഗുളിക കൊണ്ട് ഇന്ന രോഗം മാറും, നമ്മളൊന്ന് നെട്ടിപ്പോകും. നമ്മൾ ഓരോരുത്തരും ഈ ലിസ്റ്റിൽപ്പെട്ട രോഗിയുടെ എത്ര സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് ആലോചിക്കി. നമ്മൾ കുടിച്ചിട മരുന്നുകളൊന്നും അടിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ കുടിച്ചിട മരുന്നെങ്ങാണ് ഈ ലിസ്റ്റിലുണ്ടാകും. ഇന്ന് ഇതിന് മരുന്നില്ല, അവിടെ നിങ്ങൾ പരസ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഇതിൽ എത്രയോ ആളുകൾ, ഞാൻ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണെന്ന് പറഞ്ഞിരിക്കണം ഡോക്ടർമാർ. എത്ര മരുന്നാണ് നമ്മൾ കുടിക്കുന്നത്? ഇത് മരുന്നില്ല എന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ 1940 ആക്ട്, ഷെഡ്യൂൾ ചെയ്യപ്പെട്ടുള്ള ആക്ട് പറയുന്നത്. ആ ആക്ടിലുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് നമ്മളെ നന്നാക്കാനൊന്നും എല്ലാവരും നടക്കുന്നത് അതുകൊണ്ട് പറയുന്നു. ഇപ്പോൾ നമ്മളൊരു പേപ്പട്ടിയെ കൊല്ലുന്ന വിഷയം തരുന്നു. അങ്ങനെ ചില ആളുകൾ പറഞ്ഞതാ, ഈ പേപ്പട്ടിയെ കൊല്ലുന്നതിന് ഈ പട്ടിയെ കൊല്ലാതിരിക്കാനുള്ള കാരണം പട്ടി കടിച്ചിട്ട് പേവിഷബാധ എന്നുള്ള മരുന്ന് നിർത്തേണ്ടി വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഈ ഷുഗർ എന്നുള്ളതുകൊണ്ടല്ലേ എത്ര ഇക്കാലമായിട്ടൊക്കെ കിട്ടുന്നത് ഈ ലിസ്റ്റിൽപ്പെട്ട രോഗമാണത്. ഞാൻ രോഗങ്ങളെല്ലാം പറയണില്ല.
ഞങ്ങളൊന്ന് കണ്ടെത്തിയാൽ മതി. ഏകദേശം 19ഓളം രോഗങ്ങൾ ഒരു നിലക്കും മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ല, അതിന് മരുന്നില്ല എന്ന് പറയാനും മരുന്നിന് പരസ്യം ചെയ്യാൻ പാടില്ല എന്നാ, അത് ഇതിൻ്റെ മരുന്നാണെന്നാണ് പറയാൻ പാടില്ല എന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളൊരു നിയമമാണ്. ഇതാലോചിക്കുക നിങ്ങൾ. ആ രാജ്യത്തിന് ഒരു ഇപ്പോഴത്തെ അവസ്ഥകൾ ആലോചിച്ചൊക്കെ കാരണം നെട്ടിപ്പോകും നമ്മളൊക്കെ. എന്നിട്ടും ഇത് സത്യത്തിൽ അക്യൂപഞ്ചറിസ്റ്റുകൾ ഇത് സത്യത്തിൽ മുതലുണ്ടാക്കാൻ വേണ്ടി പറയല്ല. സത്യത്തിൽ ഇതുകൊണ്ട് ഞങ്ങൾ വളരെ കുറഞ്ഞ ഫീസ് വാങ്ങിക്കണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഇല്ല, മരുന്നില്ല, ഒന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് കിട്ടുന്നത് എന്താ, ഇത് ചില ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും അക്യൂപഞ്ചർക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്രയാസം കൊണ്ട് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് മരുന്നോ സൈഡ് എഫക്റ്റുകളോ ഇല്ലാതെ ഏത് രോഗവും മാറ്റാവുന്ന ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതിയാണ് അക്യൂപഞ്ചർ എന്നർത്ഥം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എന്തിനാ അക്യൂപഞ്ചറിനെ ഇങ്ങനെ എതിർക്കണമെന്നാണ് പിന്നെ ഞാൻ ആലോചിച്ച വിഷയം. ഇത്രയ്ക്ക് നല്ല അക്യൂപഞ്ചറിനെ എതിർക്കണം, മരുന്നില്ലാതെ രോഗം മാറുക എന്നുള്ളൊരു പ്രയാസമാണോ? ചില ആൾക്കാർക്ക് പ്രയാസമാണ്. അങ്ങനെ ഇപ്പം നിങ്ങൾ മരുന്നില്ലാതെ രോഗം മാറിയപ്പോൾ നമ്മൾ ഒറ്റനാവില്ല എന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത്, ഞാനിത് ഇങ്ങനൊരു പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പനി കൂടിയിരിക്കുന്ന ഘട്ടത്തിൽ കുറേ ആളുകൾ പനി നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രയാസമാണ്. അർത്ഥം എന്താ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ അതിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് കേട്ടുകൂടെ അല്ലെങ്കിൽ പഠിച്ചുകൂടെ ഒന്ന് വിചാരിച്ചു പോകും. നമ്മൾ ആകുമ്പോൾ എത്ര പെട്ടെന്ന് രോഗം, പനി എന്നത് നമുക്കറിയാം, പനി രോഗലക്ഷണമാണ്. പനി രോഗങ്ങളെ കൊണ്ട് വരും, പേടിച്ചാൽ പനിക്കും, ഇങ്ങനെ പല കാരണങ്ങളും പനി വരാം. ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പനി വരുന്നത്. അതൊക്കെ മറ്റു രോഗങ്ങളൊക്കെ അതുപോലെ തന്നെ. ഇപ്പോൾ ഏതായിരുന്നു താങ്കൾ മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഏത് രോഗമായാലും എന്ത് ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ ഞാൻ എൻ്റെ തന്നെ വരണമെന്നല്ല പറഞ്ഞത്, അക്യൂപഞ്ചറിൽ അതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ടാവും, മരുന്ന് നിർത്താൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും. അത് തുറന്നാൽ പറ്റിയാൽ അതിന് ക്ഷമ വേണ്ടി വരും കുറച്ചൊക്കെ. എല്ലാം പെട്ടെന്ന് ഒറ്റയടിക്കൊണ്ട് മാറിക്കൊള്ളില്ല. ചിലപ്പോൾ ഒറ്റ കൊണ്ട് മാറുന്നുമുണ്ട്, ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് മാറുന്നുമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചിലപ്പോൾ ഏതായാലും 4-5 സിറ്റിംഗ് ഒക്കെ ഇരിക്കേണ്ട അങ്ങനെ പല രോഗങ്ങൾ വരാറുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ആ രോഗം മാറാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അക്യൂപഞ്ചർ ചികിത്സയുടെ അത് മാറിയിരിക്കും. അത് ഉറപ്പാണ്, മാറാത്തൊന്നും സംഭവമേ ഇല്ല, അത് മാറിയിരിക്കും. ദിവസങ്ങൾ ചിലപ്പോൾ ചില രോഗങ്ങൾക്ക് ദിവസങ്ങൾ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിന് സമയങ്ങൾ കൂടിയിട്ടുണ്ടാവാം. അക്യൂപഞ്ചർ ചികിത്സ സ്വീകരിക്കുക നല്ല പരിഹാരമുള്ള മാർഗ്ഗമാണ്. ഏതായിരുന്നാലും അതിൽ നമുക്ക് ഏത് രോഗത്തിനും എല്ലാ രോഗത്തിനും പറ്റുമെന്ന് പറഞ്ഞാൽ ഏത് നിസ്സാരമായ രോഗമാവട്ടെ, ക്യാൻസറിന് പോലും എൻ്റെ അടുത്ത് ക്യാൻസർ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് വേദന അടങ്ങാറായിട്ട് ഒന്ന് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അതൊന്നും പരിഹാരമാവില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് അൽഹംദുലില്ലാ രോഗങ്ങൾ വേദന മാറിയ ഘട്ടങ്ങളുണ്ട്, വേദനയ്ക്ക് കുറവുള്ള ഘട്ടങ്ങൾ. എല്ലാ രോഗം മാറി നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ആയിട്ട് അതൊന്നും ഫലിക്കാത്ത ഘട്ടം വരുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് നീങ്ങേണ്ടി വരും. കാരണം മറ്റു രോഗങ്ങൾ പിന്നെ അവിടെ നോക്കുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ തന്നെ മാറിക്കോട്ടെ. അപ്പോൾ ആദ്യമൊക്കെ തന്നെ രോഗം വേറെ വരുത്തണ്ടല്ലോ. ഒരു ഗുളിക കഴിച്ചാൽ ഏതായാലും രോഗം വരുന്നതൊരു ഉറപ്പാണ്. നമ്മളൊക്കെ നമ്മൾ എന്തെല്ലാം ഗുളികളെ കഴിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഏതായാലും നമ്മൾ ആ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ രോഗമാണ്, നമ്മുടെ സമ്പത്താണ്. നമ്മൾ പരമാവധി ആ മരിക്കാനുള്ള ഡേറ്റിൽ ഒരാളും മരിക്കില്ല. അതിന് തന്നെ മരിക്കാനുള്ള ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരാളും മരിക്കാതിരിക്കില്ല. അതിന് മരുന്ന് കഴിച്ചാലും വേണ്ടിയില്ല. അതുകൊണ്ടൊരു കാര്യം കൂടെ നോക്കണം, മരുന്ന് കഴിക്കാതെ തന്നെ സത്യത്തിൽ ഇത് പറഞ്ഞങ്ങനെ 50% രോഗികൾക്കും മരുന്നൊന്നും കഴിക്കാതെ രോഗം മാറുന്നതാണ്. ഒരു 70%, 20% കൂടി 70% ആളുകൾക്ക് മരുന്ന് കൊണ്ട് ഫലം കിട്ടുള്ളൂ. ഇനി ഒരു 30% ആളുകൾക്ക് ഒരു മരുന്ന് കഴിച്ചാലും ഫലം കിട്ടില്ല എന്നാണ് ഇന്നത്തെ പഠനം പോകുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ കണ്ടതാണ്, ഒരു കുട്ടിക്ക് പാരാസിറ്റമോൾ ഗുളിക മുറിച്ച് കൊടുത്തതായതുകൊണ്ട് അതിനുള്ള കമ്പികൾ നമ്മൾ കണ്ടു. അത് നമ്മൾ വലിയവരാണ് കുടിച്ചത്, ആ കമ്പി എവിടെ തീരുന്നു? എന്തായിരിക്കും അവസ്ഥകൾ ആലോചിച്ച് നോക്കി. എല്ലാ മരുന്നും കുറ്റപ്പെടുത്തില്ല. എന്താ അതിൻ്റെ അവസ്ഥ? ഓരോരോ ഗവൺമെൻറ്റും എത്ര ഗുളികകളാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം നമ്മളൊക്കെ രോഗികളായിട്ട് പിന്നെ നിർത്തിയിട്ട് എന്താ കാര്യം? അതിൻ്റെ എങ്ങനെ പിന്നെ നമ്മൾ രക്ഷപ്പെടുക? അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയാം, എപ്പോഴത്തെ ഈ പനികളുടെ കൂട്ടത്തിൽ വന്നിട്ട് അത് ഏതായാലും പണ്ടൊക്കെ മഞ്ഞപ്പിത്തത്തിനൊക്കെ നമ്മളൊക്കെ ആയുർവേദ മരുന്നുകളെ കുറിച്ചിരുന്നു, ഫലം കിട്ടിയിരുന്നു. സത്യത്തിൽ മഞ്ഞപ്പിത്ത ആളുകൾക്ക് പാരാസിറ്റമോൾ കുറിച്ചാൽ ഭയങ്കര ഡേഞ്ചറാകുന്ന കേസാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി കേട്ടോക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് ഞാൻ വേണ്ടെന്നും പറഞ്ഞില്ല, ഇന്നൊക്കെ നമ്മളൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. പിന്നെ അക്യൂപഞ്ചറുള്ള ആളുകൾ കുറേ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ.
മരണം ആർക്കുണ്ടാവും നമ്മൾ ആ പറഞ്ഞ നേരത്ത്. പിന്നെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ പ്രസവം എന്നുള്ളത് എല്ലാം നമ്മൾ ഏറ്റവും മുമ്പൊക്കെ നമ്മളെ വീടുകളൊക്കെ വെച്ച് നടക്കുന്ന സംഭവം നിസ്സാരമായി കാണില്ല. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബ്ലീഡിങ് മറ്റോ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നമ്മൾ കൊണ്ട് അത്ര പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല. അതാണല്ലോ മരിക്കുന്നത്. ആ പ്രസവത്തിൽ ബ്ലീഡിങ് ഉണ്ടായി മരിക്കുന്നു എന്നുള്ള ഒരു ഇതാണ്. മാത്രമല്ല പ്രസവത്തിന് വേറെ നേട്ടം കൂടി ഉണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കാണ്ട് നിങ്ങൾ ഒരു തലവേദനയ്ക്ക് പനിക്ക് വേണ്ടി കാണിച്ചു, നമ്മൾ പറയുന്നത് 3 ദിവസം കഴിഞ്ഞിട്ട് വരും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറയും. എന്നാലും എന്താ പറയുക, ഇനിയിപ്പോൾ ആഴ്ച കഴിഞ്ഞിട്ട് വരണമല്ലോ, ഇപ്പോൾ പ്രായത്തൊപ്പില്ല. പ്രസവിച്ചുകൊണ്ട് നിങ്ങൾ പോരുമ്പോൾ നിങ്ങൾ ഇനി പിന്നെ ഇതിൽ ആഴ്ച അടുത്ത പ്രസവത്തിന് ഇങ്ങോട്ട് ഇരുന്നത് കുറേ കഴിഞ്ഞല്ലേ, അത് വരുന്നില്ല. അത്രയും ലാഭമുള്ള പരിപാടി. അതിനോട് ഡോക്ടർ മുമ്പ് പറഞ്ഞത് അർത്ഥാനാണ് പ്രസവത്തിന് ഭയങ്കര കിട്ടുന്നതാണ്. അത് പിന്നെ ആ സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ മടങ്ങുന്ന ഒരു ഘട്ടം പ്രസവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ മുതലാക്കാൻ നിൽക്കും ചെയ്യണം. എല്ലാം ഞാൻ കുറ്റപ്പെടുത്തില്ല. അപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കാര്യം, നമ്മുടെ ആരോഗ്യത്തെ നമ്മളൊന്നും നിയന്ത്രിക്കാഞ്ഞാൽ നമ്മൾ വലിയ കുടുംബങ്ങളിലേക്ക് പോകും. നമ്മൾ സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളതിൽ കുടുങ്ങാതിരിക്കാൻ നോക്കുക. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുന്നു. അക്യൂപഞ്ചർ ചികിത്സക്ക് വളരെ നല്ല ഫലമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ അക്യൂപഞ്ചറിൽ നമ്മൾ ഏത് രോഗത്തിനും നമ്മൾ ചികിത്സിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരാളെ സമീപിക്കുക. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ പരിശോധന ടൈം വരുന്നത് 3:30 മുതൽക്കാണ്. നമ്മൾ ഞായറാഴ്ച അവധിയാണ്. പക്ഷേ വരുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് വരണം. എല്ലാ ബുക്കിംഗ് ഇല്ലാതെ നമ്മൾ ആർക്കും ചികിത്സ കൊടുക്കാറില്ല. ബുക്ക് ചെയ്ത് വരുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബുക്കിംഗ് നമ്പർ ഉണ്ട് 984718182991 9633708291. അപ്പോൾ എല്ലാവരും നമ്മളവൻ്റെ ശരീരത്തെ സംരക്ഷിക്കുക. ആദ്യമേ മരുന്നിലേക്ക് കുടിച്ചിട്ട് അതിലേക്കാണ് പോയിട്ട് നമ്മളത് ചാടി അങ്ങനെ രോഗത്തിൽ കഷ്ടപ്പെടുന്നൊരവസ്ഥ വരാതെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു നല്ല പരിഹാര മാർഗമാണ് ഇന്ന് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല നമ്മുടെ എല്ലാ രോഗങ്ങൾ മാറാനുള്ള ഒരു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗം മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി തരുമാറാവട്ടെ. ഏതായാലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. താങ്ക്സ്.